ഹായ് ഗായ്സ് മോഹിനിയാട്ടത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് റൺ ചെയ്യുക, എങ്ങനെയാണ് വി പി എസിൽ നോഡ് റൺ ചെയ്യുക, അല്ലെങ്കിൽ വി പി എസ് ഇല്ലാതെ തന്നെ എങ്ങനെയാണ് നോഡ് റൺ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം കുറച്ചധികം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്. നമുക്ക് ആദ്യം എന്താണ് പി സിയിൽ എങ്ങനെ ചെയ്യാന്നുള്ള സെക്ഷനുണ്ട്, മൊബൈലിൽ എങ്ങനെ ചെയ്യാന്നുള്ള സെക്ഷനുണ്ട്, ബാക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ ഗൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വി പി എസ് മേടിക്കുക എന്നുള്ള ഗൈഡാണ്. വി പി എസ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് വി പി എസ് മേടിക്കേണ്ടത്, അത് ഏത് വെബ്സൈറ്റിൽ നിന്ന് മേടിക്കണം മുതലായ കാര്യങ്ങളാണ് ആദ്യത്തെ സെക്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടാബോ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് സൈറ്റ് ഉണ്ട് വി പി എസ് മേടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും നല്ല സൈറ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടാബോ ആണ്. പിന്നെ നിങ്ങൾക്കുള്ളൊരു സൈറ്റ് ഇതാണ്, ഈ വെൾട്ടർ എന്ന് പറഞ്ഞ സൈറ്റാണ്. ആ സൈറ്റും രണ്ട് സൈറ്റും നല്ല സൈറ്റാണ്, നല്ല ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റാണ്. രണ്ടിനും നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിൽ കൊണ്ടാബോന്ന് എങ്ങനെ മേടിക്കുക എന്നുള്ള കാര്യമാണ് കാണിച്ചു തരാൻ പോകുന്നത്. കൊണ്ടാബോയിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് മേടിക്കാം, പേയ്പാൽ വെച്ച് മേടിക്കാം, ഡെബിറ്റ് കാർഡ് വെച്ച് മേടിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ചീപ്പായിട്ടും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വി പി എസ് കൊണ്ടാബോയുടെ വി പി എസ് ആണ്. അതിനുശേഷം നമ്മൾ വി പി എസ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്ലൗഡ് വി പി എസ് എന്ന് കാണും, വ്യൂ ഓൾ ക്ലൗഡ് വി പി എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വി പി എസിന്റെ ലിസ്റ്റ് ഇങ്ങനെ വരും. നമ്മൾക്ക് നമ്മുടെ നോഡ് ഏതാണോ അതിനുള്ള സ്പെക്സ് അനുസരിച്ചുള്ള വി പി എസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ സ്പെക്കിലേക്ക് തൽക്കാലം കിടക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണിത്. നമുക്കിപ്പോൾ പിന്നെ ഇയർലി എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഒരെണ്ണം മേടിച്ചിട്ട് എങ്ങനെ റൺ ചെയ്യാന്നുള്ള കാണിക്കാനുള്ളതുണ്ടായതുകൊണ്ട് ട്രയലിന് വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് എടുത്തു. പിന്നെ ടേം നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ പെർ മന്ത് ആണെങ്കിൽ $6 അടുത്ത് വരും. പിന്നെ കൂടുന്നതനുസരിച്ച് ഡിസ്കൗണ്ട് കിട്ടും. ആദ്യം നമ്മൾ പെർ മന്ത് സെലക്ട് ചെയ്തു. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റി മാറ്റി ഇടാം. പക്ഷേ ഈ 200 GB SSD തന്നെയാണ് ഏറ്റവും ബെറ്റർ. താഴെ പോവുക, ഈ ഉബുണ്ടു ഇത് ചൂസ് ചെയ്യുക. ഓൾറെഡി ചൂസ്ഡ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട്. താഴെ സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഒരു വി പി എസ് മേടിക്കുമ്പോൾ. നിങ്ങളുടെ യൂസർ നെയിം റൂട്ട് ആയിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക, അത് എപ്പോഴും റൂട്ട് തന്നെയായിരിക്കും. പക്ഷേ ഈ പാസ്വേഡ് നിങ്ങളുടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അത് മറ്റേ നമ്പറും പിന്നെ ആൽഫബറ്റും ഉപയോഗിച്ച് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സ്പെഷ്യൽ ക്യാരക്ടർ അറ്റ് കോമ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാസ്വേഡ് നിങ്ങൾ കറക്റ്റായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കണം. കാരണം നിങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാസ്വേഡ് അടിച്ചിട്ട് വേണം നിങ്ങൾക്ക് വി പി സി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാസ്വേഡ് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വി പി സിയുള്ള ആക്സസ് എന്നേക്കുമായി ക്ലോസ് ആവും. പിന്നെ കുറേ സെക്യൂരിറ്റി മെഷറുകളൊക്കെ കടന്നു പോയിട്ട് വേണം നമുക്കത് വീണ്ടും ലോഗിൻ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു പാസ്വേഡ് ആദ്യം നമ്മൾ അടിക്കുക. ഞാൻ ഒരു പാസ്വേഡ് അടിച്ചിട്ടുണ്ട്, എന്നിട്ടൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു കോണ്ടബോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ ജിമെയിലും പാസ്വേഡ് അടിച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക. നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം, കറക്റ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഫേക്ക് കൊടുത്താലേ അവർക്ക് അറിയാൻ പോകണമെന്നില്ല, എന്നാലും കൊടുക്കുക. പിൻകോഡ്, കൺട്രി, ടെലിഫോൺ നമ്പർ എന്താണോ അത് കൊടുക്കുക, ജിമെയിൽ കൊടുക്കുക, കൺഫേം ജിമെയിൽ കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഓൾറെഡി ഉള്ള അക്കൗണ്ട് ലോഗിൻ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ലോഗിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിന്ന് നോക്കാം. നമ്മുടെ എല്ലാം ചെയ്ത് കറക്റ്റ് ആയാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓർഡർ ആൻഡ് പേ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഓർഡർ ഐ ഡിയും ബാക്കി പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. ഇതിൻ്റെ ഇടയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സ് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഇതിൽ ലോഗിൻ ചെയ്യുക. പുതിയ യൂസേഴ്സ് ആണെങ്കിൽ ഈ ഇഷ്യൂ വരില്ല, മിക്കവാറും നേരിട്ടിട്ട് പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. ഇതിപ്പോൾ എൻ്റെ എന്തോ ചെറിയ ഇഷ്യൂ കൊണ്ടാണ്, ഞാൻ നോക്കിയിട്ട് വരാം. ഇപ്പോൾ എൻ്റെ എന്തോ ഒരു ബാങ്കിൻ്റെ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ്. കുറച്ച് നേരം കഴിഞ്ഞ് ട്രൈ ചെയ്താൽ ശരിയാവും. അപ്പോൾ ഇതിലിപ്പോൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പേയ്പാൽ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആരെങ്കിലും കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ടോപ്പ് അപ്പ് ചെയ്യാം. പിന്നെ ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്.
പിന്നെ ഇതിൽ നമുക്ക് റെഡ് ഡോട്ട് പേ പോലത്തെ എന്താണ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ക്രിപ്റ്റോ വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ എൻ്റെ ബാങ്കിൽ എന്തോ ഇഷ്യൂ ആണെന്ന് കാണിക്കണ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു VPS മേടിച്ച് കാണിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഇതിന് ശേഷം വേറെ സ്റ്റെപ്സ് ഒന്നും ഇല്ല. നിങ്ങളുടെ മെയിലിലേക്ക് ഫുൾ ഡീറ്റെയിൽസ് വരും. നിങ്ങളുടെ ജിമെയിൽ വരും. അതിൻ്റെ ഇപ്പോൾ ഒരു പാസ്വേഡ് വരും. നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡാണ് അത്. അതും സൂക്ഷിച്ച് വെക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിന് കുറച്ച് ടൈം എടുക്കും. ഒരു മണിക്കൂർ ചിലപ്പോൾ എടുത്തുനിന്ന് വരും. 1-2 മണിക്കൂറൊക്കെ എടുത്തുനിന്ന് വരും. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ട്രയൽ പോലെ കാണിച്ചു തരാം. അതേപോലത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും വരാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആ മെയിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു മെയിലായിരിക്കും വരിക. ഇതിൽ നമ്മുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, യൂസർ നെയിം നമ്മുടെ മെയിൽ ID ആയിരിക്കും, പിന്നെ ഒരു പാസ്വേഡ് അവർ ജനറേറ്റ് ചെയ്ത് തന്നത്. പിന്നീട് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ അതിലൊരു ഡാഷ്ബോർഡിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. പിന്നെ ഡീറ്റെയിൽസ് വരെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ ആണ് ഇത്. നമ്മുടെ VPSൻ്റെ ഈ IP അഡ്രസ്സ്. ഈ IP അഡ്രസ്സ് നമുക്ക് പിന്നീട് സെറ്റപ്പ് ചെയ്യുമ്പോൾ ആവശ്യമായി വരും. പിന്നെ നമ്മൾ പാസ്വേഡ് ചൂസ് ചെയ്ത് ബാക്കിയൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. ഇത് ഈ IP അഡ്രസ്സാണ് ആവശ്യം. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഈ നോഡ് റൺ ചെയ്യുക, നമ്മളിപ്പോൾ മേടിച്ച VPS എങ്ങനെയാണ് റൺ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ടെർമിനസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ടെർമിനസ് സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ടെർമിനസ് ഈ വരുന്ന വെബ്സൈറ്റ് ആണ്. നിങ്ങൾ ഫേക്ക് ഒന്നും ഡൗൺലോഡ് ചെയ്യല്ല. ഈ വെബ്സൈറ്റ് കറക്റ്റ് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും താഴെ പോയാൽ, അല്ലെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ടെർമിനസ് ഫോർ വിൻഡോസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യാനാണ് അടുത്തത്. ന്യൂ ഹോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ പോയാലും കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ IP അഡ്രസ്സാണ് നമ്മുടെ മെയിലിലേക്ക് വരുന്ന ഈ IP അഡ്രസ്സ് ഇവിടെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എന്താണ് ഈ ലേബിൾ നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ഉള്ളതിന് റിച്വൽ എന്നുള്ള ജസ്റ്റ് പേരിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. പിന്നെ ഒന്നും ചെയ്യേണ്ട, താഴെ സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു റൂട്ട്, ആ യൂസർ നെയിം കൊടുക്കുക. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു പാസ്വേഡ് ഉണ്ട്. നമ്മൾ പോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടല്ല, നമ്മുടെ നോഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് കണക്റ്റ് അമർത്തിയാൽ ഇതാ ഇങ്ങനെ ഓപ്പൺ ആയി വരും. നമ്മുടെ പർച്ചേസ് ചെയ്ത VPS ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിലാണ് നമ്മൾ ബാക്കി എല്ലാ സെറ്റപ്പും ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഓപ്പൺ ആയി വന്നാൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഇതിൽ കുറച്ച് എസെൻഷ്യൽസ് ഉണ്ട്. അതായത് ഈ ഒരു സാധനം ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ ഇതിൽ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ കമാൻഡ്സ് ഓരോന്നായിട്ട് കോപ്പി ചെയ്യുക. ഇതിൽ വരാം. ഇതിൽ പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ Ctrl+Shift+V ആണ് പേസ്റ്റ്. സാധാരണ നമ്മൾ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് Ctrl+V മാത്രമാണ്. പക്ഷെ നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ Ctrl+Shift+V അമർത്തിയാലാണ് പേസ്റ്റ് ആവുക. Ctrl+Shift+C അമർത്തിയാലാണ് കോപ്പി ആവുക. അപ്പം അങ്ങനെ മാത്രമേ നമുക്ക് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇൻസ്റ്റാൾ ആവും. അങ്ങനെ ഓരോന്ന് നമ്മൾ ഓരോ കമൻറ്റ് ഓരോന്നെടുത്തെടുത്തെടുത്ത് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇടയ്ക്ക് ഒരു യെസ് ഓർ നോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് Y എന്ന് പറഞ്ഞ് കീബോർഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ ചെയ്തുകൊണ്ട് ഞാനിത് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യണില്ല. കാരണം എൻ്റെ മുന്നിലുള്ള നോഡുകളൊക്കെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റിൽ ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയുള്ള സെറ്റപ്പ് നമ്മൾ എന്നിട്ട് ഓരോ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓരോ നോഡിൻ്റെ ഗൈഡ് കിട്ടുമ്പോൾ ആ ഓരോരോ കമാൻഡുകളും ഓരോന്നായിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഗ്രൂപ്പിൽ ജസ്റ്റ് ഡൗട്ട് ചോദിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും അതിൽ കറക്റ്റ് പറഞ്ഞുതരും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യാനുള്ള സെക്ഷനാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ VPS മേടിച്ചില്ല, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യണം. അപ്പോൾ അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ടൈം ലാപ്ടോപ്പ് ഓപ്പൺ ആയി വയ്ക്കേണ്ടി വരും. അതാണ് ഒരു ലിമിറ്റേഷൻ. പിന്നത്തെ ലിമിറ്റേഷൻ, ഈ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കോംപ്രമൈസ് ആയാൽ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള വോളറ്റുകൾ
ബാക്കി അക്കൗണ്ടുകൾ സിസ്റ്റം തന്നെ ഹാക്ക് ആവാനും അതിലുള്ള എല്ലാ ഡീറ്റെയിൽസ് പോകാനും എല്ലാ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളതിൽ റൺ ചെയ്യണമെങ്കിൽ റിസ്ക് എടുത്ത് മാത്രം റൺ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ സജസ്റ്റ് ചെയ്യുക എപ്പോഴും ഒരു VPC മേടിച്ച് റൺ ചെയ്യാനാണ്. പിന്നെ നിങ്ങൾ VPC മേടിക്കുമ്പോൾ ചില പ്രൊജക്റ്റുകൾക്ക് സ്പെക്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറവുള്ള VPC മേടിച്ച് നിങ്ങൾക്ക് അത് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഇതിൽ റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് നമ്മൾ ഈ CMD സെർച്ച് ചെയ്യുക, എന്നിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം നമ്മളിതിൽ WSL ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുള്ള സ്റ്റെപ്സ് ആണ്. അതിന് വേണ്ടിയുള്ള കമാൻഡാണ്. ഇതിൽ സാധാ പോലെ നമുക്ക് എന്താണ് Ctrl+V അമർത്തിയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. Ctrl+C അമർത്തിയിട്ട് കോപ്പി ചെയ്യാനും പറ്റും. ജസ്റ്റ് കുറച്ച് ടൈം എടുക്കും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കമാൻഡ് ഞാൻ ഗ്രൂപ്പിലിടാം. അത് വെച്ചിട്ട് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇനി ഫുൾ കമാൻഡ് ഇതിൽ അടിച്ച് കാണിച്ചു തരാൻ നിന്നാൽ മിക്കവാറും ടൈം എടുക്കും. അപ്പോൾ ടൈം എടുത്താൽ വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഫോണിൽ ചെയ്യുന്നുള്ളതിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഫോണിൽ നമുക്ക് VPS റൺ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ VPS ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് സ്ക്രിപ്റ്റ് മറ്റു കാര്യങ്ങളും ഈ ഫോണിൽ റൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള അഡ്വാൻസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് 2 ആപ്പ് ആവശ്യമാണ്. ടെർമിനസ് എന്നുള്ള ആപ്പും ടെർമെക്സ് എന്നുള്ള ആപ്പും. ഈ 2 ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഈ ടെർമെക്സിനും ടെർമിനസിനും അടിച്ചു കൊടുത്താൽ നമുക്ക് ആ 2 ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഗ്രൂപ്പിൽ പോയിട്ട് ഇങ്ങനെ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഗ്രൂപ്പിൽ എല്ലാ സ്ക്രിപ്റ്റുകളും ഉണ്ട്, എല്ലാം ഇങ്ങനെ കമാൻഡ്സ് ഉണ്ട്. ജസ്റ്റ് അമർത്തിയ പ്ലേ സ്റ്റോറിലേക്കുള്ള ലിങ്ക് കിട്ടും. ബാക്കി എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇത്രയും സ്ക്രിപ്റ്റ് നമ്മുടെ ആ ചാനലിൽ അവൈലബിൾ ആണ്. പിന്നെ പോരാത്തതിന് ഈ ചാനലിൽ നമ്മൾ AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ജസ്റ്റ് ചോദിച്ചാൽ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. പിന്നെ പോരാത്തതിന് നമുക്ക് ഇഷ്ടമുള്ള മൾട്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും സ്ക്രിപ്റ്റ് റൺ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഗ്രൂപ്പ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ 2 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്നുള്ള സെക്ഷനിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് VPS ആണ് റൺ ചെയ്യേണ്ട ആവശ്യം. VPS നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. ആ VPS നമ്മുടെ ഫോണിൽ വെച്ച് റൺ ചെയ്യണം. അതിനുള്ള വഴിയാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് ടെർമിനസ് എന്നുള്ള പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗൈഡ് നമ്മൾ ഓൾറെഡി മുന്നേ PC-യിൽ എങ്ങനെ റൺ ചെയ്യുക എന്നുള്ളതിൻ്റെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമിലറാണ്, രണ്ടിലും സിമിലറാണ്, സിമിലർ സിസ്റ്റമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ന്യൂ ഹോസ്റ്റ് അമർത്തുക. നമുക്ക് നമ്മുടെ മെയിലിലേക്ക് കൊണ്ടുപോലെ പർച്ചേസ് ചെയ്തതിന് ശേഷം വരുന്ന മെയിലിൽ IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ IP അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ നമുക്ക് വെറുതെ ജസ്റ്റ് ആ ഹോസ്റ്റിന് എന്തെങ്കിലും പേര് കൊടുക്കുക, ന്യൂ ഹോസ്റ്റ് എന്തെങ്കിലും കൊടുക്കുക. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടാണ്. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ നോഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം യൂസർ നെയിമിൽ അവിടെ റൂട്ടായിരിക്കും. നിങ്ങൾ കോണ്ടാബോലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം എപ്പോഴും റൂട്ട് എന്നായിരിക്കും. പിന്നെ നമ്മൾ കോണ്ടാബോൽ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡ്, ആ പാസ്വേഡ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി വയ്ക്കാൻ, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പാസ്വേഡ് എന്താണെങ്കിലും ഇവിടെ കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ടിക്ക് കൊടുത്താൽ നമ്മുടെ ഹോസ്റ്റ് ഇതേപോലെ ആഡ് ആവും. അപ്പോൾ സിമിലർ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിലെങ്ങനെ റൺ ചെയ്യാന്നുള്ളതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം സമയം വൈകാതെ ഇത് കളയാം. ഇനി അടുത്തതാണ് നമ്മൾ എങ്ങനെയാണ് ഫോണിൽ സ്ക്രിപ്റ്റ് റൺ ചെയ്യുക. നമുക്കിതിലാണെങ്കിലും നമുക്ക് ലിനക്സ് കയറ്റിയിട്ട് ലിനക്സും കയറ്റാം, അല്ലെങ്കിൽ സാധാ പോലെ റൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് VPS ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ VPS കണക്ട് ചെയ്യാനാണെങ്കിൽ ടെർമിനസ് എന്നുള്ള ആപ്പ് യൂസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അതിലാണ് ഏറ്റവും നല്ല സുഖമായിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റുക. ഇതിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അടുത്തത് സ്ക്രിപ്റ്റ് റൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ലിനക്സിൻ്റെ കമാൻഡ്സ് ഇതിലുണ്ട്.
ആ കമാൻഡ്സ് ഓരോന്നായിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, ആ കമാൻഡ് റൺ ആവും. വൈ കൊടുത്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ കമാൻഡ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കമാൻഡ് എടുത്തിട്ട് അത് റൺ ചെയ്യണം. അമർത്തി പിടിച്ചിട്ട് പേസ്റ്റ് അമർത്തിയിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം അടുത്ത കമാൻഡ് റൺ ചെയ്യുക. ഈ എല്ലാ കമാൻഡ്സും ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഗ്രൂപ്പിൽ നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇതിലൂടെ നമുക്ക് ഉബുണ്ടു ലിനക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ഫുള്ളായി ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോഗിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉബുണ്ടുവിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക ഈ കമാൻഡ്. അപ്പോൾ നമ്മൾ ഉബുണ്ടുവിൽ ലോഗിനായി. ഇനി നമുക്ക് ഉബുണ്ടുവിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എക്സിറ്റിന് അടിച്ചാൽ മതി. എക്സിറ്റ് അടിച്ച് എൻ്റർ ചെയ്താൽ നമ്മൾ വീണ്ടും അതിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുകളിലത്തെ സ്റ്റെപ്സ് എല്ലാം ചെയ്തത്. നമുക്ക് സ്ക്രിപ്റ്റ് വെറുതെ റൺ ചെയ്യാനാണെങ്കിൽ ഈ ലിനക്സ് കയറ്റിയിട്ട് എക്സിറ്റ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ലിനക്സ് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് നമുക്ക് സ്ക്രിപ്റ്റിൻ്റെയും നോഡിൻ്റെയും ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സ്ക്രിപ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ സെറ്റപ്പിനുള്ള എല്ലാ ഷോർട്ട് കട്ടും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ട് നമ്മുടെ ചാറ്റിൽ നമ്മൾ AI ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ AIയോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റെപ്സ് വരും, എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുള്ളാണ് ഈ ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇത്രയും സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി അവൈലബിൾ ആണ്. എങ്ങനെയാണ് മൾട്ടി റെഫറൽ ഉണ്ടാക്കുക അതൊന്നും ഇപ്പോൾ അങ്ങനെ വർക്കിംഗ് അല്ല. എന്നാലും വർക്കിംഗ് എന്ന് വെച്ചാൽ അതൊക്കെ അവർ ഡിറ്റക്ട് ചെയ്യും. എന്നാലും സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റുകളെല്ലാം നമ്മുടെ ഈ ചാനലിൽ നമുക്ക് ചോദിച്ചാൽ കിട്ടും, അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഫോണിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിന് ശേഷം നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കുറച്ച് കമാൻഡ്സ് ഉണ്ട്. നമ്മൾ ആദ്യം അതിൽ ടെർമെക്സ് കയറ്റുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കുറച്ച് കമാൻഡ്സ് ഉണ്ട്. അത് ഞാൻ ഗ്രൂപ്പിലിടാം. ഇതൊക്കെയാണ് ആ കമാൻഡ്സ്. നമ്മൾ ഓരോന്നായിട്ട് കോപ്പി ചെയ്യുക, അതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, അമർത്തി പിടിച്ച് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അങ്ങനെ ഫുള്ള് നിങ്ങൾ എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിച്ച് പോവുക. അത്രേ ഉള്ളൂ സ്റ്റെപ്സ്. ഇനി ആ സ്റ്റെപ്സ് കാണിക്കുന്ന വീഡിയോ ലെങ്ത്ത് വലുതാവും. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ നിങ്ങൾ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലെഫ്റ്റിന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഡിൻ്റെ ബട്ടൺ അമർത്തിയാൽ വേറൊരു ടാബ് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തേൽ ഒരെണ്ണത്തിൻ്റെ സ്ക്രിപ്റ്റ് റൺ ചെയ്യാം, രണ്ടാമത്തേൽ വേറെ ഒരെണ്ണത്തിൻ്റെ സ്ക്രിപ്റ്റ് റൺ ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ സാധനം മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ അക്വയർ വെഹിക്കിൾ ലോക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവും. നിങ്ങൾ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലിയർ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും മസ്റ്റായും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് മൊബൈലിൽ VPS റൺ ചെയ്യുക, എങ്ങനെയാണ് സ്ക്രിപ്റ്റ് റൺ ചെയ്യുക എന്നുള്ള സെക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു 6 മിനിറ്റായി വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ബാക്കിയെല്ലാം സ്ക്രിപ്റ്റുകളെല്ലാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വന്നാൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എങ്ങനെയാണ് VPS ഈ ടെർമെക്സിൽ കണക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ സെക്ഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. പക്ഷേ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ടെർമിനക്സിൽ റൺ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് ഈ കമാൻഡ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇതിന് ശേഷം അടുത്ത കമാൻഡ്. അപ്പോൾ ഈ കമാൻഡിൽ നമ്മൾ അവസാനം നമ്മുടെ VPSൻ്റെ IP അഡ്രസ്സ്, നമ്മുടെ മെയിലിലേക്ക് വന്ന IP അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ IP അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും IP അഡ്രസ്സ്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ലോഗിൻ വരും. അപ്പോൾ അതിന് ശേഷം ഒരു പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ആ പാസ്വേഡ് നമ്മൾ മുന്നേ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാസ്വേഡ് എടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ പാസ്വേഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാസ്വേഡ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ കാണിക്കില്ല പാസ്വേഡ്.
പക്ഷെ നമ്മൾ പാസ്വേഡ് അടിക്കും ടൈപ്പ് ചെയ്യണ്ടായിരിക്കും. അതൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ പാസ്വേഡ് അടിക്കുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഇത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിലും കാണിക്കുമല്ലോ, പക്ഷെ അതിൽ ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കില്ല, പക്ഷെ അത് അടിക്കുക അതിൽ ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊബൈലിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള വഴി ആ എറർ വന്നിട്ടുള്ള ആ കമാൻഡ് അല്ലെങ്കിൽ ആ സെക്ഷൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ChatGPT പോയിട്ട് പേസ്റ്റ് ചെയ്യാം. ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗൈഡ് കിട്ടും. നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്താൽ ChatGPT മലയാളത്തിൽ തരും. സിമ്പിൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്പ് ആയിട്ട് തരും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ChatGPT ആണ് നമ്മുടെ എന്ത് എറർ വന്നാലും രക്ഷിക്കാനുള്ളത് ഇതിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, എന്നാലും ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ അടുത്ത് നമ്മൾ ഡ്രോസേറ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ വീഡിയോ ഇന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ നോഡ് എങ്ങനെ റൺ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ബൈ ചെയ്തിട്ട് അതുപോലെ റൺ ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ ഈ ചാനലിൽ നിന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.